ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് റേഷ്യോ അനാലിസിസ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ റേഷ്യോ അനാലിസിസിന്റെ ലിമിറ്റേഷൻസ് വരെയാണ് നോക്കിയത്. അതിന്റെ യൂട്ടിലിറ്റി കഴിഞ്ഞിട്ട് ലിമിറ്റേഷൻസ്, യൂസസ് അല്ലെ ആർക്കൊക്കെ ഉള്ളത്. മാനേജറിയൽ യൂസ് ഉണ്ട്, ഷെയർ ഹോൾഡേഴ്സിന് യൂസ് ഉണ്ട്, ക്രെഡിറ്റേഴ്സിന് യൂസ് ഉണ്ട്, എംപ്ലോയീസിന് യൂസ് ഉണ്ട്, ഗവൺമെന്റിനുണ്ട്, ടാക്സ് ഓഡിറ്റ് പർപ്പസിന് ഒക്കെ യൂസ്ഫുൾ ആണ് റേഷ്യോ അനാലിസിസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റേഷ്യോ അനാലിസിസിന് കുറേ യൂസസ് ഉണ്ടെങ്കിലും അതോടൊപ്പം തന്നെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റഡ് യൂസ് ഓഫ് സിംഗിൾ റേഷ്യോ ആയിട്ട് വരുന്നത്, ലാക്ക് ഓഫ് ആഡിക്വേറ്റ് സ്റ്റാൻഡേർഡ്സ്, ഇൻഹറിന്റ് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സിലുള്ള എപ്പോഴുള്ള ചേഞ്ചസ്, വിൻഡോ ഡ്രസ്സിംഗ് വരുന്നത്, പേഴ്സണൽ ബയാസ് ഉണ്ടാക്കുന്നത്, അൺകമ്പയറബിൾ ചെയ്യുന്നത്, ആബ്സലൂട്ട് ഫിഗേഴ്സ് ഡിസ്റ്റോർട്ടീവ്, പ്രൈസ് ലെവൽ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, റേഷ്യോസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്തത്, അതുപോലെ തന്നെ നമുക്ക് കൺക്ലൂഷൻ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ട്. ടുഡേയ്സ് അവർ ടോപ്പിക് ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോസ്. റേഷ്യോസ് എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പം നേരത്തെ നമ്മൾ മനസ്സിലാക്കി റേഷ്യോസ് ആർ വെരി യൂസ്ഫുൾ ടു ഡിഫറെൻറ്റ് പാർട്ടീസ്. ഒരു സൈഡിൽ ക്രെഡിറ്റേഴ്സിന്, ഒരു സൈഡിൽ ഗവൺമെന്റിന്, ഒരു സൈഡിൽ ടാക്സ് പർപ്പസിന്, ഒരു സൈഡിൽ ഷെയർ ഹോൾഡേഴ്സിന്, ഇൻവെസ്റ്റേഴ്സിന്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എല്ലാവരുടെ പോയിന്റിലും നമ്മൾക്ക് നോക്കേണ്ടതാണ്, റേഷ്യോസ് നമ്മൾക്ക് നോക്കേണ്ടതാണ്. ഒരാളുടെ പർപ്പസ് ആയിരിക്കില്ല വേറൊരാളുടെ പർപ്പസ്. അതുപോലെ തന്നെ ബാങ്കുകൾക്കും ലോണുകളൊക്കെ കൊടുക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഷോർട്ട് ടേം അതുപോലെ തന്നെ ലോങ് ടേം ആയിട്ടുള്ള ലോണുകളൊക്കെ കൊടുക്കുന്നവർക്ക് അവർക്ക് എന്താ അറിയേണ്ടത്? നമ്മളുടെ ഓർഗനൈസേഷന്റെ ലിക്വിഡിറ്റി പൊസിഷനാണ് അറിയേണ്ടത്. അപ്പൊ ഓരോ പോയിന്റിലും നിന്നുകൊണ്ട് നോക്കുമ്പോൾ പല തരത്തിലുള്ള റേഷ്യോസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിൻ്റെയൊക്കെ ബേസിൽ നമുക്ക് റേഷ്യോസിനെ 3 ഡിവൈഡ് ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3. ഫസ്റ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ട്രഡീഷണൽ ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തതാണ് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ. മൂന്നാമത്തത് സിഗ്നിഫിക്കൻസ് റേഷ്യോസ്. ട്രഡീഷണൽ, ഫങ്ഷണൽ, സിഗ്നിഫിക്കൻസ്. എന്തായിരിക്കും ട്രഡീഷണലിൽ വരുന്നത്? എന്തായിരിക്കും ആദ്യകാലം ട്രഡീഷണൽ ആയിട്ടുള്ള റേഷ്യോസ് ഏതൊക്കെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്? അതൊക്കെയാണ് ട്രഡീഷണൽ വരുന്നത്. ഫങ്ഷൻസിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? അതുപോലെ തന്നെ എങ്ങനെയാണ് റേഷ്യോസിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ബേസിൽ നമുക്ക് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തത് റേഷ്യോസിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കിയിട്ട് നമുക്ക് റേഷ്യോസിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം 3 നമ്മൾ റേഷ്യോസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ട്രഡീഷണൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ അതിനെ പറയുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്താണ് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ടെസ്റ്റ്. മൂന്നാമത്തതാണ് സിഗ്നിഫിക്കൻസ് റേഷ്യോസ് അല്ലെങ്കിൽ റേഷ്യോസ് അക്കോർഡിംഗ് ടു ഇമ്പോർട്ടൻസ്. ഇതിനെ വീണ്ടും നമുക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാകും, വീണ്ടും കുറേ ക്ലാസിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അതിൽ വരുന്നതാണ് ട്രഡീഷണൽ ക്ലാസിഫിക്കേഷനെ വീണ്ടും നമ്മൾക്ക് ഫർദറായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബാലൻസ് ഷീറ്റ് റേഷ്യോസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റേഷ്യോസ്, കമ്പോസിറ്റ് റേഷ്യോസ്. ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ്റെ നമുക്ക് ഓരോ ഫങ്ഷൻസിൻ്റെ ബേസിലും കാണിക്കാം. ലിക്വിഡിറ്റി റേഷ്യോസ്, ലിവറേജ് റേഷ്യോസ്, ആക്ടിവിറ്റി റേഷ്യോസ്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. ഇമ്പോർട്ടൻസിൻ്റെ ബേസിൽ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി റേഷ്യോസ്, സെക്കൻഡറി റേഷ്യോസ്. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് വീണ്ടും ഇതിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷനാണ് ട്രഡീഷണൽ ക്ലാസിഫിക്കേഷൻ ഓർ സ്റ്റേറ്റ്മെന്റ് റേഷ്യോസ്. അപ്പോൾ ഈ ട്രഡീഷണൽ ക്ലാസിഫിക്കേഷൻ ഓൾറെഡി 3 വീണ്ടും ഡിവൈഡ് ചെയ്യാമെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി. ബാലൻസ് ഷീറ്റ് റേഷ്യോസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോസ്, കമ്പോസിറ്റ് റേഷ്യോസ്. ബാലൻസ് ഷീറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ കുറേ ഐറ്റംസ് നമ്മൾ കാണാറുണ്ട്. അസറ്റ് സൈഡ് ഉണ്ട്, ലയബിലിറ്റി സൈഡ് ഉണ്ട്. അസറ്റ് സൈഡിൽ നമുക്ക് എന്തൊക്കെ എഴുതാറുണ്ട് നിങ്ങൾ? ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഫർണിച്ചർ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി, അല്ലേ?
അങ്ങനെ 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 നമ്മളിങ്ങനെ കുറേ ഐറ്റംസ് നമ്മളുടെ കയ്യിലുള്ള നമ്മുടെ സ്വത്തുക്കൾ ഒക്കെ ഇങ്ങനെ വരി വരിയായിട്ട് നമ്മൾ എഴുതാറുണ്ട്. അതേസമയം തന്നെ ബാലൻസ് ഷീറ്റിൽ ഈ സ്വത്തുക്കളുടെ പോലെ തന്നെ എന്തു എഴുതാറുണ്ട്, നമ്മളുടെ ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് എഴുതാറുണ്ട്. നമ്മളുടെ ഷെയർ ക്യാപിറ്റൽ, നമ്മളുടെ ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിള്, പിന്നെ നമുക്ക് എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടോ, കൊടുക്കാനുണ്ടോ, അങ്ങനെ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ലയബിലിറ്റീസ് ആയിട്ട് എഴുതും. അപ്പൊ ഈ ബാലൻസ് ഷീറ്റിൽ തന്നെ നമുക്കിപ്പോ ഈ അസറ്റ് സൈഡ് നോക്കിയിട്ട് എനിക്ക് ഇത്ര അസറ്റ് ഉണ്ട്, എനിക്ക് ഇത്രയ്ക്കുണ്ട്, ഞാൻ ഇത്ര പണക്കാരാ, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ വലിയ വീമ്പൊക്കെ പറഞ്ഞ വല്ല കാര്യമുണ്ടോ? അപ്പുറത്തെ സൈഡ് നമ്മൾ എന്ത് ചെയ്യണം നോക്കണം. അതായത് നമുക്ക് എന്തൊക്കെ ബാധ്യതകളുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. ഇത് രണ്ടും നോക്കിയിട്ട് കമ്പയർ ചെയ്താലേ നമുക്ക് എത്രമാത്രം കപ്പാസിറ്റി ഉണ്ട്, വെർത്ത് ഉണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു സൈഡ് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ബാലൻസ് ഷീറ്റിൽ തന്നെ രണ്ട് ഐറ്റംസ് നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്, ബാലൻസ് ഷീറ്റ് റേഷ്യോസിൽ വരുന്നതാണ്. പിടികിട്ടിയ? അപ്പൊ അതിൽ വരുന്നതാണ് കറണ്ട് റേഷ്യോ. എപ്പോഴും ടീച്ചർ പറയാറുണ്ട് കറണ്ട് റേഷ്യോ. അതെന്ന് വെച്ചാൽ റേഷ്യോയിൽ എല്ലാവർക്കും ബൈ ഹാർട്ടായിട്ടുള്ളതാണ്. നിങ്ങളിപ്പോൾ റേഷ്യോ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബൈ ഹാർട്ടാവും. കറണ്ട് റേഷ്യോ, കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. മനസ്സിലായില്ലേ? ഇപ്പം അത് രണ്ട് ഐറ്റം എവിടത്തെയാണ്, ബാലൻസ് ഷീറ്റിൽ. അങ്ങനെ ബാലൻസ് ഷീറ്റിലെ അസറ്റുകൾ ഇങ്ങനെ ലിക്വിഡിറ്റി റേഷ്യോ, ആബ്സലൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, അതായത് ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും, പ്രൊപ്പറേറ്ററി റേഷ്യോ, അതായത് ഷെയർ ക്യാപിറ്റലിന്റെ ബേസിൽ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, ഷെയർ ക്യാപിറ്റലിന്റെ ബേസിൽ തന്നെ അസറ്റ്സ്, പ്രൊപ്പറേറ്റർ ക്യാപിറ്റൽ, ഇൻവെന്ററി, അങ്ങനെ 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 ബാലൻസ് ഷീറ്റിൽ തന്നെ ഇപ്പുറത്തപ്പുറത്തുള്ള ഐറ്റംസ് ഒക്കെ കമ്പയർ ചെയ്തുകൊണ്ട് റേഷ്യോ കാണുന്നതിനെയാണ് ഏത് റേഷ്യോ എന്ന് പറയുന്നത്, ബാലൻസ് ഷീറ്റ് റേഷ്യോസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ റേഷ്യോസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റേഷ്യോസ്. ഇതുപോലെ തന്നെ ഒരു കുഴപ്പമില്ല, റവന്യൂ ഇൻകം സ്റ്റേറ്റ്മെന്റ് റേഷ്യോസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉള്ളതൊക്കെ നോക്കിയിട്ട് നമുക്ക് എത്രമാത്രം നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തുകൊണ്ട് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ്, ക്യാഷ് പ്രോഫിറ്റ് റേഷ്യോ, എക്സ്പെൻസസ് റേഷ്യോ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ഇങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റേഷ്യോസ് എടുക്കും. ഇത് കമ്പോസിറ്റ് റേഷ്യോ എന്ന് വെച്ചാൽ ഇത് മിക്സ് ചെയ്തിട്ട് ഒരു ഐറ്റം ചിലപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ആയിരിക്കും, ഒരു ഐറ്റം എവിടുത്തെ ആയിരിക്കും, ബാലൻസ് ഷീറ്റിലെ ആയിരിക്കും. അതായത് നമുക്ക് എത്രമാത്രം ഈ സാധനം നമ്മുടെ കയ്യിൽ ഇരിക്കും തോറും നമുക്കിത് പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്ന് അറിയുന്ന ടൈപ്പിലുള്ള കുറേ കാര്യങ്ങൾ. നമുക്കിടെ കയ്യിൽ കുറേ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ സ്റ്റോക്ക് എവിടെ വരിക, സാധാരണ ബാലൻസ് ഷീറ്റിൽ. പക്ഷേ ഇതിന്റെ പ്രോഫിറ്റ് നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ സഹായത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സ്റ്റോക്കും പ്രോഫിറ്റും ഒക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു റേഷ്യോ കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, ഫസ്റ്റത്തെ കണ്ടില്ലേ, ഇൻവെന്ററി ഓർ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. അപ്പൊ നമ്മളത് ഏത് ഐറ്റംസ് ഒക്കെയാണ് എടുക്കുന്നത്, ഒരു ഐറ്റം ബാലൻസ് ഷീറ്റിലേക്കും ഒരു ഐറ്റം എവിടേക്കും പോകും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും പോകും. അപ്പൊ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോസ് ആണ് ഏതിൽ വരുന്നത്, കമ്പോസിറ്റ് റേഷ്യോസിലെ വരുന്നത്, മിക്സ്ഡ് ആയിട്ട് വരുന്നത്. അപ്പൊ എനിവേ ട്രഡീഷണൽ ആയിട്ട് മൂന്നായിട്ട് റേഷ്യോസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ബാലൻസ് ഷീറ്റ് റേഷ്യോസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റേഷ്യോസ് ആൻഡ് കമ്പോസിറ്റ് ഓർ മിക്സഡ് റേഷ്യോസ്. ഇതിൽ വീണ്ടും നമുക്ക് നോക്കാം ഫങ്ഷണൽ പിന്നെ രണ്ടാമത്തതാണ് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ. അയ്യോ കൊച്ചു കുറേയല്ലേ, പേടിക്കൊന്നും വേണ്ട കേട്ടോ, അതിൽ കുറച്ചൊക്കെ നമ്മൾ പഠിക്കണ്ടോ. ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ ഇൻ വ്യൂ ഓഫ് ഫിനാൻഷ്യൽ മാനേജർ ഓർ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ടെസ്റ്റ്. ഫങ്ഷണൽ ബേസിൽ നമുക്ക് നമ്മുടെ ഫങ്ഷൻസ് ഓരോന്നും പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് എത്രമാത്രം ലിക്വിഡിറ്റി കപ്പാസിറ്റി ഉണ്ട്, നമുക്ക് എത്രമാത്രം ലോങ് ടേം സോൾവൻസി ഉണ്ട്, നമ്മൾ ഓരോ കാര്യത്തിനും വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ റേഷ്യോസ് എങ്ങനെയാണ്, നമ്മുടെ കപ്പാസിറ്റി, നമുക്ക് ഓരോന്നിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് എങ്ങനെയാണ്, ഇതൊക്കെ നോക്കുന്നതാണ്. അതായത് ഓരോ ആക്ടിവിറ്റീസും പെർഫോം ചെയ്യുമ്പോൾ അതനുസരിച്ച് നമുക്ക് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് ഏതിൽ വരുന്നത്, ഫങ്ഷണൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. അപ്പൊ ലിക്വിഡിറ്റി റേഷ്യോ അവർ നമുക്ക് എന്തും വരുന്നുണ്ട്, കറന്റ് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ, അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ, അതായത് ഡെറ്റേഴ്സ് നമുക്ക് എപ്പോഴൊക്കെയാണ്
പൈസ തിരിച്ചു തന്നുകൊണ്ടേയിരിക്കുന്നത്. ക്രെഡിറ്റേഴ്സ് നമ്മളെപ്പോഴൊക്കെയാണ് പൈസ കടം വാങ്ങിയത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, മാസം മാസം അടയ്ക്കണോ, പലിശ എത്രയാണ്, അതൊക്കെയാണ് അതിൽ വരുന്നത്. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ, നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ എപ്പോഴാണ് വിറ്റ് കഴിയുന്നത്, അതൊക്കെ അങ്ങനെ അവിടേക്ക് എത്തുമ്പോൾ മനസ്സിലാവും കേട്ടോ. അങ്ങനെ 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 ഓരോന്നിൻ്റെയും ബേസിൽ നമുക്ക് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ ചെയ്യണം. അപ്പൊ ഇതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ. പിന്നെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു സിഗ്നിഫിക്കൻസ് ഓർ ഇമ്പോർട്ടൻസ്. മൂന്നാമത്തെ. അപ്പൊ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഏതാണ്? ട്രഡീഷണൽ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഏതാണ്? ഫങ്ഷണൽ. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഏതാണ്? ഇമ്പോർട്ടൻസ്. അപ്പൊ അതനുസരിച്ച് വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. റേഷ്യോസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? ചിലപ്പോൾ നമ്മൾ ഫസ്റ്റത്തതിൽ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ നമ്മളുടെ ഫേമും വേറൊരു ഫേമും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളുടെ ഫേം എങ്ങനെയാണ്, അവരുടെ ഫേം എങ്ങനെയാണ്, ഇതൊക്കെ അറിയാനായിട്ട് നമുക്ക് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ റേഷ്യോസിനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. പ്രൈമറി റേഷ്യോ ആൻഡ് സെക്കൻഡറി റേഷ്യോ. ഓൺലി ടു. സിഗ്നിഫിക്കൻസിന്റെ ബേസിൽ പ്രൈമറി റേഷ്യോ ആൻഡ് സെക്കൻഡറി റേഷ്യോ. പേര് കേട്ടാൽ തന്നെ അറിയാം എന്തായിരിക്കും എന്നുള്ളത്. പ്രൈമറി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഓർഗനൈസേഷന് അത് എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് പ്രൈമറി റേഷ്യോ. ദ പ്രൈമറി റേഷ്യോ ഈസ് വൺ വിച്ച് ഈസ് ഓഫ് ദ പ്രൈം ഇമ്പോർട്ടൻസ് ടു എ കൺസേൺ. അതായത് നമ്മളുടെ ക്യാപിറ്റലിൽ എത്രമാത്രം നമ്മൾ ഈ ബിസിനസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പ്രതീക്ഷിച്ചിട്ടാണ്? അതനുസരിച്ച് നമുക്ക് നമ്മൾ ബാങ്കിന് ഇടുന്നേക്കാളൊക്കെ ഇരട്ടീരെ കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എത്രമാത്രം അതിൽ നിന്ന് കിട്ടുന്നുണ്ട്, അതിനനുസരിച്ച് പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് പ്രൈമറി റേഷ്യോ. അപ്പൊ സെക്കൻഡറി റേഷ്യോ എന്തായിരിക്കും? ഈ പ്രൈമറി റേഷ്യോനെ സപ്പോർട്ട് ചെയ്യുന്ന റേഷ്യോസിനെയാണ്, അതായത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിൽ നിന്ന് കൂടുതൽ പൈസ കിട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? സെക്കൻഡറി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോസ് ആണ്. 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നു. ട്രഡീഷൻ്റെ ബേസിൽ, ഫങ്ഷൻസിന്റെ ബേസിൽ, ഇമ്പോർട്ടൻസിന്റെ ബേസിൽ. ട്രഡീഷന്റെ ബേസിൽ ആണെങ്കിൽ ബാലൻസ് ഷീറ്റ് റേഷ്യോസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോസ്, കമ്പോസിറ്റ് ഓർ മിക്സ്ഡ് റേഷ്യോസ്. ഫംഗ്ഷന്റെ ബേസിലാണെങ്കിൽ ലിക്വിഡിറ്റി റേഷ്യോ, ലോങ് ടേം സോൾവൻസി, ആക്ടിവിറ്റി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. മൂന്നാമത്തത് ഇമ്പോർട്ടൻസിന്റെ ബേസിലാണെങ്കിൽ പ്രൈമറി റേഷ്യോ ആൻഡ് സെക്കൻഡറി റേഷ്യോ. ഇനി അടുത്തതാണ് അനാലിസിസ് ഓഫ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ഓർ ടെസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി. നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുന്നത്. അതായത് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ വളരെ ഇതായിട്ട് ഇപ്പോൾ കൊറോണ കാലഘട്ടത്തിൽ എല്ലാ ഓർഗനൈസേഷൻ്റെയും ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ വളരെ മോശമായിരിക്കും. മനസ്സിലായില്ലേ എന്താണെന്നുള്ളത്? അപ്പോൾ ഒരു ചെറിയ കാലഘട്ടത്തിൽ നമ്മളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കുന്നതാണ്. അതില്ലെങ്കിൽ അതിനെ ടെസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയും. അതായത് ഇപ്പോഴത്തെ നമ്മളുടെ ലിക്വിഡിറ്റി പൊസിഷൻ എങ്ങനെയാണെന്ന് അറിയുന്നത്. അപ്പൊ എങ്ങനെയുള്ളത് 2 ടൈപ്സ് ഓഫ് റേഷ്യോസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ഈ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ സോൾവൻസി അറിയണമെന്നുണ്ടെങ്കിൽ 2 റേഷ്യോസ് പ്രിപ്പയർ ചെയ്താൽ മതി. അതാണ് എല്ലാം കഴിയുമ്പോൾ നമ്മൾ ഓരോന്ന് ഇന്റർപ്രറ്റ് ചെയ്യാനാണ് റേഷ്യോസ് വരുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് നാളത്തേക്ക് നമ്മൾ ഫിനാൻഷ്യലായിട്ട് വളരെ സ്ട്രോങ് ആണോ എന്ന് അറിയാനായിട്ട് 2 കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്താൽ മതിയായിരിക്കും. അതായത് ലിക്വിഡിറ്റി റേഷ്യോ പ്രിപ്പയർ ചെയ്ത നമ്മളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാം. അതോടൊപ്പം തന്നെ കറന്റ് അസറ്റ്സ് മൂവ്മെന്റ്, ഇപ്പോഴത്തെ കറന്റ് അസറ്റ്സ് എന്ന് വെച്ചാൽ ഷോർട്ട് ടൈമിലുള്ള നമ്മൾക്ക് പെട്ടെന്ന് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാവുന്നതൊക്കെ. അപ്പൊ അതിന്റെ മൂവ്മെന്റ് അത് നോക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എഫിഷ്യൻസി റേഷ്യോസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അയ്യോ, ഇവിടെ സ്പെല്ലിങ് തെറ്റിയല്ലോ അല്ലേ? EFFICI ICIENC. പിടികിട്ടിയല്ലോ? അനാലിസിസ് ഓഫ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ഓർ ടെസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി. ഓക്കെ, താങ്ക് യു.